എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് പല കാര്യങ്ങൾക്കും. ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ അനഘ ലെറ്റേഴ്സിലെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള അനഘയാണ്. അപ്പോൾ അനഘയുടെ ആ ഒരു നേട്ടത്തിൽ ആദ്യം ഞാൻ ഓർപ്പിക്കുകയാണ്. രണ്ടാമത് ഇന്നത്തെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ പ്രഭാഷണത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രൊഫസർ ഫാത്തിമയാണ്. ടീച്ചറിനെ വളരെ കാലമായിട്ട് ഒരു പരിചയമുണ്ട്. ഒരുപക്ഷെ 2010-11 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ടീച്ചറിനെ കാണുന്നത്, പരിചയപ്പെടാൻ സാധിക്കും. ടീച്ചർ സർക്കാർ കോളേജിൽ, ഗവൺമെൻറ് കോളേജിൽ, എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ബ്രഡൻ കോളേജ്, കൃഷ്ണമേനോൻ കോളേജ്, കൂടുതൽ കാലഘട്ടം കണ്ണൂരിലെ ഗവൺമെൻറ് കോളേജ് കൃഷ്ണമേനോൻ കോളേജിലാണ് വർക്ക് ചെയ്തത്. ഒരു മികച്ച അധ്യാപിക. അതിലുപരി കൂടുതൽ അറിയപ്പെടുന്നത് ഇപ്പോൾ ഒരു വിവർത്തകയായിട്ടാണ്. ധാരാളം അവാർഡുകൾ, അംഗീകാരങ്ങൾ നേടിയുണ്ടായി. ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് എനിക്ക് തോന്നുന്നു 2017 അല്ലേ, 2017 ക്രോസ് വേർഡ് ബുക്ക് അവാർഡ്. VT അബ്ദുൾ അതിൻ്റെ അവാർഡ്. അടുത്തിടയ്ക്ക് കഴിഞ്ഞ വർഷം 2021 JCB പുരസ്കാരം. അത് പിന്നെ ഡൽഹി എസോഡിലോക്കി എന്നുള്ളൊരു പരിഭാഷയ്ക്ക് മുകുന്ദൻ്റെ നോവൽ പരിഭാഷപ്പെടുത്തിയതിൻ്റെ അതിലൊരു ട്രാൻസ്ലേറ്ററായിരുന്നു ടീച്ചർ. എനിക്ക് നന്ദകുമാർ സാറിൻ്റെ കൂടെ. അപ്പോൾ ധാരാളം അംഗീകാരങ്ങൾ നേടിയ ആളാണ്. ഇത് ഏറ്റവും പ്രത്യേകത എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ തിയറി, ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രാക്ടീസ്. അപ്പോൾ വിവർത്തനം ചെയ്യുന്ന ആളുടെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൾച്ചറൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ്, നമ്മൾ അധ്യാപകരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് സ്റ്റഡിയിങ് ട്രാൻസ്ലേഷൻ അല്ലെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ പറയാറുണ്ട്. കൾച്ചറൽ ആൻഡ് ട്രാൻസ്ലേറ്റബിലിറ്റി അല്ലെ ഇക്വലൻസ്, അങ്ങനെ ഒരുപാട് ജാർഗൺസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ, ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ അതിൻ്റെ വരുന്ന പ്രശ്നങ്ങൾ, ഡെഡ് ലോക്സ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ ആധികാരികമായിട്ട് പറയുവാനുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതൊന്നും ടീച്ചർ അതിനെപ്പറ്റി ആയിരിക്കും കൂടുതൽ സംസാരിക്കുന്ന വിചാരിക്കുന്നു. ഈ ടീച്ചർ സംസാരിക്കുന്ന വിഷയം ട്രാൻസ്ലേഷണൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം ലിറ്ററേച്ചർ എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചാണ്. പിന്നെ ട്രാൻസ്ലേഷൻ്റെ പല ഡെവലപ്മെൻറ്റ്സ്, മെഷീൻ ട്രാൻസ്ലേഷൻ, അങ്ങനെയുള്ള പുതിയ സാങ്കേതികമായിട്ടുള്ള ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിവിധ വശങ്ങളെ പറ്റി നമ്മളോട് പറയാനായിട്ട് ഏറ്റവും യോഗ്യമായിട്ടുള്ള ഒരു റിസോഴ്സ് പേഴ്സണാണ് നമ്മുടെ കൂടെയുള്ളത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഫാത്തിമ ടീച്ചറിനെ ഊഷ്മളമായിട്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. ഫാത്തിമ ടീച്ചർ ഇപ്പോൾ മലയാള സർവകലാശാലയിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൻ്റെ. ഫാത്തിമ ടീച്ചർ നമ്മുടെ കൂടെ ഇവിടെ ഇപ്പം വരാൻ കാരണക്കാരനായിട്ടുള്ള ഒരു ആളുണ്ട്, ഷാജി ജേക്കബ് സാറാണ്. അപ്പോൾ ഷാജി ജേക്കബ് സാറിന് പ്രത്യേക നന്ദി സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൻ്റെ പേരിൽ നേരുകയാണ്. അതുപോലെ തന്നെ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ ഡയറക്ടർ ജോസഫ് മാനുവൽ സാറ്, PS രാധാകൃഷ്ണൻ സാറ്, റിസർച്ച് കോളേജ്, മറ്റ് വിദ്യാർത്ഥികൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഫാത്തിമ ടീച്ചറിനെ ലെക്ചറിലേക്ക് നടത്താനായിട്ട് ക്ഷണിക്കുന്നു.
Thank you for that warm welcome. The director, Joseph, Shaji, Radhakrishnan sir, friends. മലയാളത്തിൽ വേണോ ഇംഗ്ലീഷിലോ ഏത് ബൈലിംഗുവൽ. I'm happy that I'm talking about translation. I got a chance to talk about I have got a chance to opportunity to talk about translations, which is closest to my heart, because this is what I do. Not because a lot of people get into translation thinking of fame and thinking of the immediate fame that it may bring, but more than that, I think translators' task is that it's a painful task. It's a painful task with not the kind of credits that such a painful task would automatically demand, but in most cases won't get. So before we get into translation, you have a lot of people, I'm saying this as a prelude, because when we get into, a lot of people would like to get into translation because we have this ability. We're all guided by translational consciousness, which is common to all languages in India. So most of us, definitely all of us would be bilingual speakers, trilingual, multilingual. So it is, the dynamics of language comes quite easily to us. But we talk translation, but that doesn't mean that we can, jump into the translational arena, because it calls for a lot of commitment, lot of effort on the part of the translator. But once it is also a rewarding profession, in the sense that it may not bring, especially literary translation. നമ്മൾ ട്രാൻസ്ലേഷനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ലേഷൻ, നമ്മൾ ഒരിക്കലും പറയാതെ എപ്പോഴും ലിറ്റററി ട്രാൻസ്ലേഷൻ മാത്രമേ നമ്മൾ ആലോചിക്കുള്ളൂ. പക്ഷേ അതിലുപരിയായി ഒരുപാട് ഹൈ ഗ്രോസിംഗ് ഇൻഡസ്ട്രിയാണ് നോൺ ലിറ്റററി ട്രാൻസ്ലേഷൻ, ലാംഗ്വേജ് സർവീസസ് ട്രാൻസ്ലേഷൻ. അത് exponentially, it's an industry which is growing exponentially. It's an industry which has set standards, it has set payment standards as well, and it is a mammoth business setup with multi-layered very control mechanisms, etc. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള, പല ലെവലിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റേഴ്സ്. ഇപ്പം ഞങ്ങളൊക്കെ ട്രാൻസ്ലേഷനിൽ കയറുന്നത് രണ്ട് ഭാഷകളോടുള്ള ഒരു താല്പര്യം കൊണ്ട് ആ രണ്ട് ഭാഷകൾ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ വാട്ട് ആർ ദി കോമണാലിറ്റീസ്, വാട്ട് ആർ ദി ഡൈവേർജൻസസ്, ഹൗ ഡു ദേ കം റിസോൾവ് ദീസ് ഡൈവേർജൻസസ് ഇഫ് പോസിബിൾ. പെർഫെക്റ്റ് ഇക്വാലൻസ് ഇസ് നോട്ട് പോസിബിൾ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് എനിവൺ വുഡ് ആസ്ക് ഫോർ പെർഫെക്റ്റ് ഇക്വാലൻസ് എനിമോർ. ഒരു കൃതി അതേപോലെ മറ്റൊരു ഭാഷയിലേക്ക് പോകുന്ന പറഞ്ഞാൽ ദാറ്റ്സ് ഇമ്പോസിബിൾ. സോ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ ഇമ്പോസിബിൾ ആണെന്നൊക്കെ ഉള്ള ധാരണ നമുക്ക് വരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ വായിക്കുന്ന ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ ട്രാൻസ്ലേറ്റഡ് ആണെന്ന് പോലും മനസ്സിലാക്കാതെ ആയിരിക്കും പലപ്പോഴും വായിക്കാം. അത്ര ഈസ് ഓഫ് റീഡിങ്ങോടുകൂടി ഉള്ളതായിരിക്കും പലപ്പോഴും നല്ല ട്രാൻസ്ലേഷൻ ആണെങ്കിൽ. പക്ഷെ നമ്മൾ ഈ പറയുന്ന നമ്മളതിലൊരു ട്രെയിനിങ് ഇല്ലാതെ തുടങ്ങുകയാണെങ്കിൽ, ട്രെയിനിങ് ഇല്ലാതെ വരാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ട്രെയിൻഡ് ആയിട്ടുള്ള പുറത്തൊക്കെ അബ്രോഡൊക്കെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ ട്രെയിൻഡ് ആയിട്ട് 1 വർഷം 2 വർഷം 3 വർഷം അങ്ങനെയൊക്കെ പഠിച്ചിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻസും പലതരത്തിലുള്ള ഡിഗ്രിയും കൂടിയിട്ട് വരുന്ന ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ പൊതുവേ ഇവിടെ ഉള്ളത് വേൾഡ് ഓവർ ലിറ്റററി ട്രാൻസ്ലേഷനിൽ അങ്ങനെ ട്രെയിനിങ് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല ആളുകൾ വരുന്നത്. പക്ഷെ മറ്റേ ഇൻഡസ്ട്രി, അപ്പുറത്തുള്ള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൈ ഗ്രോസിംഗ് ഇൻഡസ്ട്രി, ഗ്രോയിങ് എക്സ്പൊണൻഷ്യലി. നൗ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് പ്ലസ് $50 billion അത്രയും ഇതായിട്ടുള്ള സെയിൽസ് ഫിഗേഴ്സിൽ അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. അതിലൊരുപാട് ട്രാൻസ്ലേറ്റേഴ്സ്, ദർ ഓൾ ട്രെയിൻഡ് ഫോർ ഡിഫറെൻറ്റ് ടാസ്ക്, ടെക്നിക്കൽ ട്രാൻസ്ലേഷൻ, മെഡിക്കൽ ട്രാൻസ്ലേഷൻ, ലീഗൽ ട്രാൻസ്ലേഷൻ, അങ്ങനെയുള്ള പലതിലും പബ്ലിക് സർവീസ് ട്രാൻസ്ലേഷൻ, സബ് ടൈറ്റിലിംഗ്, എക്സെട്ര എക്സെട്ര. ഓൾ ദോസ് ഇൻവോൾവ് സ്ട്രക്ചർഡ് ട്രെയിനിങ്.
But when you come to അതിലും invisibility. We always talk about the invisibility of translator as a requirement when the translator theorists like Venuti talks about it, that the translator's subjectivity, we are talking about, when you're talking about literature, we are talking about subjectivities. സബ്ജക്റ്റീവ് ആണല്ലോ ലിറ്ററേച്ചർ എഴുതുന്നത്. അപ്പോൾ ഒരാളുടെ സബ്ജക്റ്റിവിറ്റി മറ്റൊരാൾ ട്രാൻസ്ലേറ്ററും അയാളുടെ എല്ലാം അവരുടെ സബ്ജക്റ്റിവിറ്റിയോട് കൂടിയിട്ടാണ് ഇതിലേക്ക് കടക്കുന്നത്, ഒരു ട്രാൻസ്ലേഷൻ തുടങ്ങും. സോ ദർ ഇസ് എ കൊളിഷൻ ഓഫ് സബ്ജക്റ്റിവിറ്റീസ്, കൊളിഷൻ ഓഫ് ലാംഗ്വേജസ്, കൾച്ചേഴ്സ്, എക്സ്പെക്ടേഷൻസ്, ചേഞ്ചിങ് റിസെപ്ഷൻസ് എക്സെട്ര എക്സെട്ര. കാരണം ഇന്ദുലേഖ പണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതുപോലെയല്ല ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. സോ ഒരു എവല്യൂഷൻ ഓഫ് റിസെപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് ചേഞ്ചസ്, പബ്ലിക്കേഷൻ expectations will change. All those will matter. There are so many factors which are responsible for the production of a new translation of a particular text which has been translated again and again. So why is a text translated again and again actually shows that subjectivities are involved. So colliding subjectivities which call for a lot of empathy on the part of the translator, but and also ensures that the translator has a sort of a porous touch. Empathy മാത്രമല്ല, അതിലേക്ക് കടക്കാൻ പറ്റണം, ഒരു പോറസ് സ്ട്രക്ചർ ഉണ്ടാവും. സോ അതോടുകൂടിയിട്ടാണ് ഒരു ട്രാൻസ്ലേറ്റർ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. സോ ഇൻ ലിറ്റററി ട്രാൻസ്ലേഷൻ മറ്റേതിൻ്റെ റൂൾസ് ഒന്നും ലിറ്റററി ട്രാൻസ്ലേഷന് വരുന്നില്ല, ബാധകമാകുന്നില്ല. കാരണം ആ തരത്തിലുള്ള ട്രെയിനിങ് അല്ല, ആ തരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് എല്ലാം ഒന്നുമല്ല. Because you're dealing with connotative language, you're not dealing with literal language, you're dealing with connotative language. മറ്റേതിന് നമുക്ക് മെഷീൻ ട്രാൻസ്ലേഷൻ ഓൾസോ may work, but may work with post editing. That's a big area, academic area. Machine translation and post editing എന്നുള്ളത് നമ്മളൊന്നിടുന്നു, അതിനെ പിന്നെ നമ്മളെങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ശരിയാക്കി എടുക്കുന്നത് എന്നുള്ളത്. And we are not talking about just Google translators. There are wonderful tools, other tools which are developed by this industry, non-fiction and non-literary industry, which are good, much better than Google Translator apparently. I don't know, I have not used, but I read about it. So when you actually so even in that there is a highly paid industry. Translators get a lot of status, a lot of credits, etc. But still the translator, if he or she is a good translator, she would be inducted into the industry. But even there is invisibilization. Our subjectivity on the involved alla invisibilization and subjectivity involved on the prashna on the creative translation. So literary translation cannot be nothing but it cannot be but ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്. നമ്മൾ നേരെ പോകുന്ന നേരെ ലിറ്ററൽ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് അല്ല. ലാംഗ്വേജ് യൂസ് ഇറ്റ്സെൽഫ് ഇസ് ഇറ്റ്സ് കൊണറ്റേറ്റീവ്, ഇറ്റ് ഈസ് ഒബ്ലീക്ക്. ബിക്കോസ് സാധാരണ അത് ആദ്യം തന്നെ ലിറ്ററേച്ചറിൻ്റെ ഭാഷയിൽ നമ്മളത് ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഡയലക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ ഡയലക്റ്റിക്കൽ ആയിട്ടുള്ള ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ, ഡയലക്റ്റ് വളരെ പ്രിഡോമിനേറ്റ് ചെയ്യുന്നൊരു പുസ്തകം വായിക്കാൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡയലക്റ്റിലേക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് മലയാളത്തിലേക്കോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഇൻ റിയൽ ലൈഫ് വി ആർ കോൺസ്റ്റൻ്റ്ലി ട്രാൻസ്ലേറ്റിംഗ് ഓൺ എൻ എവറി ഡേ ബേസിസ്. വി ആർ കോൺസ്റ്റൻ്റ്ലി ട്രാൻസ്ലേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്, ചേഞ്ചിങ് our registers in different contexts according to the demands that the context will place on us. സോ ഈ രണ്ട് സബ്ജക്റ്റിവിറ്റികൾ വന്ന് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ലിറ്റററി ട്രാൻസ്ലേഷനിൽ ക്രിയേറ്റിവിറ്റി ഇല്ലാതാവില്ല. എല്ലാ ട്രാൻസ്ലേഷനും ക്രിയേറ്റിവിറ്റി വേണം. ഇപ്പോൾ സബ് ടൈറ്റിലിങ്ങിന് ഒരുപാട് മമ്മി റിട്ടേൺസിന് അമ്മച്ചി തിരുമ്പി വന്നാച്ചു, നമ്മൾ പിന്നെ എപ്പോഴും നമ്മൾ ട്രോളിനും മീമിനൊക്കെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ട്രോളായൊക്കെ കൊള്ളാം. പക്ഷേ ട്രാൻസ്ലേഷൻ എന്നുള്ള നിലയിൽ അത് അലമ്പായിട്ടുള്ളൊരു സാധനമാണ്. കാരണം അത് ട്രോളാണെന്ന് വെച്ചാൽ പൊളിറ്റിക്കലും കൂടിയാണ്. കാരണം ജയലളിത തിരുമ്പി വന്ന സമയമാണ് അത് അമ്മച്ചി തിരുമ്പി വന്നാച്ച് എന്നുള്ളൊരു ഇത് വരുന്നത്. അതേപോലെ അന്ന് തുപ്പിക്കളിക്കാം, നമുക്ക് തുപ്പിക്കളിക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല, അതിൻ്റെ ട്രോളുടെ ഭാഷയിൽ കുഴപ്പമില്ല. പക്ഷേ ട്രാൻസ്ലേഷനിൽ ഇറ്റ് ഡസൻറ്റ് വർക്ക്. അതാണല്ലോ വലിയൊരു കോൺട്രവേഴ്സി. നായ ട്രാൻസ്ലേറ്റഡ് എൻ്റെ തങ്കക്കുടമയാസ് എൻ്റെ പൊന്നു മൈ ഗോൾഡൻ പോട്ട് എന്ന് പറയുന്നത്. So cultural translation, it's a challenging area, and where you need to use your understanding, the social registers, your familiarity with the social registers of both cultures, and also make informed decisions. It is a decision that you make subjectively, creatively, but it should be a decision which should be made in an informed manner.
what word you choose, the particular word that you choose can have ramifications. You can do it differently. So that's why we have, depending on the subjectivity of the translator, the translation will vary. So that's why we have variant translations, and that is why some texts are again and again, because the translation has to be more nuanced, and some texts demand all texts demand translations. All texts clamor to be expressed in other languages. Texts would like to move beyond their particular linguistic and cultural denominations. അവിടെ കടന്നു പോകാൻ ഫ്രെയിമിൽ സ്വയം ചേർത്ത് വെച്ചിട്ടുള്ള ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ എല്ലാ ടെക്സ്റ്റുകളും, ഇപ്പം മലയാളത്തിൽ എപ്പോഴും മലയാളത്തിൽ എല്ലാവർക്കും പണ്ടൊക്കെ ഒരു ഇൻക്യുബേഷൻ ടൈം ഉണ്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഒരുപാട് ആൾക്കാർ വായിക്കപ്പെട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം അതിൽ തന്നെ കുറേ കൂടി ട്രാൻസ്ലേറ്റബിൾ എന്ന് ഞാൻ പറയുന്നില്ല, കുറേ കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഗുണമില്ല. അപ്പോൾ ഒരു പുസ്തകത്തിൽ തന്നെ നമ്മളിപ്പോൾ ലൈക്ക് സേ ഫോർ ഇൻസ്റ്റൻസ് ഞാൻ ചെയ്ത ആദ്യ പുസ്തകത്തിൽ ചില ഭാഗങ്ങളിൽ ചേർത്തിട്ടൊരു കാര്യമില്ല, അത് ഇംഗ്ലീഷിലേക്ക് പോയിട്ടൊരു കാര്യമില്ല. ആൻഡ് ഇറ്റ് ഡസ് അത് പോയത് കൊണ്ട് ഹാം ചെയ്യുന്നില്ല, അത് ഉള്ളത് കൊണ്ട് ഹാം ചെയ്യുള്ളൂ, വായനക്കൊരു തടസ്സം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഒരു ഇൻഫോംഡ് ആയിട്ട് നമ്മൾ ഓത്തറും ട്രാൻസ്ലേറ്ററും കൂടി അതിനെ വേണമെങ്കിൽ ഒഴിവാക്കാം. അതൊക്കെ ചെയ്യാം. അതൊക്കെ സ്ട്രാറ്റജി ഡിപ്പെൻഡിങ് ഓൺ ദ agreement between the author and the translator and the demands of the industry as well. സോ അങ്ങനെയാണ് സാധാരണ നമ്മൾ. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഒന്നുമില്ല. നമ്മൾ പുസ്തകം എഴുതുക, പബ്ലിഷ് ചെയ്യുക, പലപ്പോഴും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ആണ് തീരുമാനിക്കുക. ശാരിഭാഷക്കുണ്ട് സോഷ്യൽ മീഡിയ, ശാരിഭാഷ മോർ ക്രിട്ടിക്കാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന ലെങ്തി ആയിട്ടുള്ള ക്രിട്ടിക്കൽ എൻഗേജ്മെൻ്റ് ആണ് ഷാജിമാഷി. അതല്ലല്ലോ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത്. വെറും ഒരു റീഡിംഗ് ഗ്രൂപ്പിൽ അങ്ങനെ എത്രയോ നിങ്ങൾക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. ഒരു റീഡിംഗ് ഗ്രൂപ്പിൽ ഒരു ഭയങ്കര പുസ്തകമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അത് വാങ്ങിയിട്ട് വെറുതെ പോയി ഏതായാലും ലോക്കൽ ലൈബ്രറികൾക്ക് കൊടുക്കാനുള്ളൊരു അവസരം കിട്ടുന്നല്ലാതെ വേറൊരു ഗുണവും ഉണ്ടാവില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ് പലരുടെയും ആഗ്രഹം. പക്ഷേ ഇമ്മീഡിയറ്റ് ട്രാൻസ്ലേഷനിൽ ആവണമെന്നില്ല. ദ പബ്ലിഷേഴ്സ് മേ നോട്ട് നോ, നാഷണൽ പബ്ലിഷേഴ്സ് മേ നോട്ട് നോ. ഇറ്റ് ഈസ് ഇൻകംബന്റ് ഓഫൻ ഓൺ ദ ട്രാൻസ്ലേറ്റേഴ്സ് ഹൂ വുഡ് ടോക്ക് ടു ദ ഇന്ന് ട്രാൻസ്ലേറ്റർ പണ്ട് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ലേറ്റേഴ്സ് ട്രഡീഷണലി എപ്പോഴും സബ്സർവിയൻ റോളിലാണ് കണ്ടിട്ടുള്ളത്. ദാറ്റ്സ് വൈ വി ഹാവ് സോ മെനി മാരിറ്റൽ മെറ്റഫേഴ്സ് വെൻ വി ടോക്ക് അബൌട്ട് ട്രാൻസ്ലേഷൻ. ലോയൽറ്റി, ഫിഡലിറ്റി, subservience, submission to the intent of the author, always about marital metaphors. അതാണ് ഈ സൈമൺ ഷെറിയും കനേഡിയൻ ലിംഗ്വിസ്റ്റിക് സ്കൂൾ, കനേഡിയൻ ട്രാൻസ്ലേഷൻ സ്കൂൾ, ഫെമിനിസ്റ്റ് ട്രാൻസ്ലേഷൻ സ്കൂൾ ഒക്കെ ഇഴകീറി ഡീകൺസ്ട്രക്ട് ചെയ്യുന്നു. അതിൽ നമുക്ക് ഇന്നിപ്പം അങ്ങനെയുള്ള മാരിറ്റൽ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഒന്നുമല്ല. But there are obligations, there is contractual obligations between the author and the writer and also the publisher. So this is a triad, the publisher, the author and the translator. So the triad will go beyond, and then it will move to another arena when it goes to the reader. So the reader would also demand. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ന് പണ്ടത്തതുപോലെ ഒരു ട്രാൻസ്ലേഷൻ ചെയ്ത് സബ്സർവിയൻ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ ചെയ്ത് മതി എനിക്ക് കഴിഞ്ഞ് എൻ്റെ റോള് കഴിഞ്ഞു എന്നിട്ട് പോകാൻ പറ്റില്ല. ട്രാൻസ്ലേറ്ററാണ് ഏജൻറ്റ്, ലിറ്ററി ഏജൻറ്റ്, പബ്ലിഷർ അപ്രോച്ച് ചെയ്യാൻ. ട്രാൻസ്ലേറ്ററാണ് പിച്ച് ചെയ്യുന്നത്. ഇത് അതിൻ്റെ സിനോപ്സിസ് അയച്ചു കൊടുത്തുകൊണ്ട് പല പബ്ലിഷേഴ്സിനെയും പിച്ച് ചെയ്യുന്നത്, അവരോട് റിക്വസ്റ്റ് അയക്കുന്നത് ട്രാൻസ്ലേറ്ററാണ്. ട്രാൻസ്ലേറ്ററാണ് പലപ്പോഴും പബ്ലിസിസ്റ്റ്, ട്രാൻസ്ലേറ്ററാണ് പ്രൊമോട്ടർ. ഇനി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും പലപ്പോഴും ട്രാൻസ്ലേറ്റർ തന്നെയാണ്. ചിലപ്പോൾ ഓത്തറിന് വേണ്ടി, ഓത്തർ ഇസ് നോട്ട് കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് എന്നാണെങ്കിൽ ഇംഗ്ലീഷ് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലോ അതിനെല്ലാം ഒന്നുകിൽ പ്രിൻറ്റ് ഇൻ്റർവ്യൂ ആണെങ്കിൽ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ഓത്തർ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിക്കൊടുക്കും. ഇനി ഓത്തറിൻ്റെ പലപ്പോഴും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് പോലെ, അത് ഇവിടെ മാത്രമൊന്നുമല്ല പുറത്തുണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് പോലും പലപ്പോഴും ട്രാൻസ്ലേറ്റേഴ്സ് ആണ് മാനേജ് ചെയ്യുക. ആൻഡ് ദ ട്രാൻസ്ലേറ്റർ പ്രൊമോട്ട്സ് ദ ടെക്സ്റ്റ്, the work. The translator always, knowingly and consciously, even when consciously taking a subservient position, translator is the one who actually does all what we call the hack work of promoting a text. അപ്പോൾ പുഷ് ചെയ്യണ്ടേ? കാരണം വാട്ട് എവർ സെഡ് ഉണ്ട് നമ്മളെന്ത് വി കൻ ടോക്ക് അബൌട്ട് ഇൻ എക്സോൾട്ടഡ് ടേംസ്, വി കൻ ടോക്ക് അബൌട്ട് ലിറ്ററേച്ചർ ആൻഡ് ലിറ്റററി വർക്ക് എക്സെട്ര, ബട്ട് അൾട്ടിമേറ്റ്ലി ലിറ്റററി ടെക്സ്റ്റ് ഇസ് ഓൾസോ എ കമോഡിറ്റി. And it is also underwritten in the etymology of the word translate.
ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക, ബെയർ അക്രോസ് എന്നൊക്കെയാണല്ലോ ഒറിജിനലി അതിൻ്റെ എറ്റിമോളജിക്കൽ മീനിങ്. അതിൽ തന്നെ ബെയർ അക്രോസ്, ക്രോസ് ബോർഡേഴ്സ്, ടേക്ക് അക്രോസ് ലാൻഡ് വേസ്, ടേക്ക് അക്രോസ് വാട്ടർ വേസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കമോഡിറ്റിയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അവിടെ ട്രാഫിക് ഉണ്ട്. സോ ഈ ട്രാഫിക് ആര് ഡിസൈഡ് ചെയ്യുന്നു? ഈ ട്രാഫിക് എന്നാണ് നമ്മൾ ട്രാൻസ്ലേഷൻ ട്രാഫിക് നമ്മൾ വിളിക്കുന്നത്, ട്രാൻസ്ലേഷണൽ ഡിസ്കോഴ്സ്. സോ ദിസ് ട്രാഫിക് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ട്രാൻസ്ലേഷണൽ ഡിസ്കോഴ്സ് വിച്ച് ഇസ് എ global thing. That's why I'm talking about this. Though I'm talking about Malayalam literature, I'm talking about a global perspective as well, because the Malayali has always been a global citizen. Malayali ഇവിടെ കുറച്ച് കാലം ഉറച്ച് നിന്നിട്ട് റീജിയണൽ ആണെങ്കിലും പെരോക്കിയൽ ആയിരിക്കും ചിലപ്പോൾ, ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ അതേസമയം ഒരു ഗ്ലോബൽ ഔട്ട്ലുക്കോട് ആദ്യകാലം വരെ, ബിക്കോസ് ഓഫ് കൊളോണിയൽ കോൺടാക്ട്, ബിക്കോസ് ഓഫ് from the beginning we've been guided by or informed by what we call a translational discourse or translational consciousness. എഴുത്തച്ഛൻ ഇങ്ങോട്ട് മുതൽ നോക്കിയാൽ പോരെ, ഇങ്ങനെ വിവർത്തനത്തിലൂന്നിയാണ് നമ്മൾ വന്നിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മുടെ ജാനർ ആയാലും നമ്മുടെ കൾച്ചറൽ എക്സ്പ്രഷൻസ് ആയാലും നമ്മളുടെ എല്ലാ തരത്തിലും നമ്മൾ പലരോടും എങ്ങനെയാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്, പലതരത്തിൽ ഐക്യദാർഢ്യം, അത് കൾച്ചറൽ ആയിക്കോട്ടെ, ലിറ്റററി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, നമ്മൾ സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിംഗ്, സ്ട്രക്ചേഴ്സ് ഓഫ് എക്സ്പ്രഷൻസ്, സ്ട്രക്ചേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ തോട്ട് എക്സെട്ര ഹാവ് ബീൻ ഡിറ്റർമിൻ ഓൾസോ ബൈ ട്രാൻസ്ലേഷൻ. സോ മലയാളിക്ക് ട്രാൻസ്ലേഷൻ ഒഴിച്ച് ഒരു ജീവിതമില്ല എന്ന് പറയാം. വിവർത്തിത ജീവി അല്ലെങ്കിൽ ഒരു വായനാ ജീവി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അത്രമാത്രം ട്രാൻസ്ലേഷൻ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷെ നമുക്ക് ഭയങ്കര മടിയാണ് ട്രാൻസ്ലേഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ, അൺലെസ് ഇറ്റ് ഇസ് ബീൻ ഡൺ ബൈ പോയറ്റ്സ് ഓർ റൈറ്റേഴ്സ് ദെംസെൽവ്സ്. whereas word over it is different, it's slightly different. നമ്മളിതിൽ അങ്ങനെയല്ല. പലപ്പോഴും നമുക്ക് ഈ ഓത്തേഴ്സിനോടുള്ള ഭയങ്കര അഡ്യുലേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര അഡുലേഷൻ കൾച്ചറല്ലേ, വേർഷിപ്പിംഗ് കൾച്ചർ, വെനുറേറ്റിംഗ് കൾച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റർ, നമ്മളെപ്പോഴും ഒരു ട്രേറ്റർ, പണ്ട് പറഞ്ഞതുപോലെ ട്രാൻസ്ലേറ്റർ ട്രേറ്റർ എന്നുള്ളൊരു ട്രേറ്റർ ആവാനാണ്, അല്ലെ അലൈയോ എക്സ്റ്റെൻഡർ ഓഫ് ലൈഫോ ആവുന്നതിനേക്കാൾ ഉപരിയായിട്ട് ട്രേറ്ററായി കാണാനാവും പലപ്പോഴും നമുക്ക് ആദ്യത്തെ ചോദന. എന്തെങ്കിലും ചെയ്തോ ഈ പുസ്തകത്തിന്, എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചോ എന്നുള്ളതാണ്. ഹൗ ഡിഡ് യു ഗെറ്റ് ഇറ്റ്, were you successful in transferring it? This is what they ask. But this is also but that is also, see, when it comes to the practicalities of translation and pushing translation, it is also bound to international traffic of translation as a commodity. Markets determine what is published. So who determines what is published? Who determines what is read? Who determines what kind of translations are published, from which languages, etc. Are all dependent on what Stephen Snyder, who's a contemporary translation theorist, who talks about, uses the word translational discourse. So this translational discourse is determined by literary agents, editors, the reviewers, all kinds of reviewers, academic reviewers, but beyond that, media reviewers, social media, new media in general. Then if you look at Instagram, he talks about only straight jacket designers, sales and marketing team, etc., who will decide what is published, what is translated, where is it translated, how is it translated, who are the readers. It influences who are the readers, how are they read, how are they promoted, etc. Okay, so if you look at Malayalam, for instance, now let's come to Malayalam. Malayalam at this particular moment is poised for a great growth. Things seem to be working wonderfully for Malayalam. If you look at the language pyramid in Kerala, there is also, on the other side, there is also the criticism which is launched against the politics of translation in vis-a-vis Malayalam. മലയാളത്തിന് മാത്രം ഭയങ്കരമായിട്ട് ഒരു 4-5 കൊല്ലമായിട്ട് മലയാളത്തിന് മാത്രമേ ശ്രദ്ധ പബ്ലിഷേഴ്സ് കൊടുക്കുന്നുള്ളൂ, എന്നിട്ട് മറ്റ് ഭാഷയിൽ നിന്നുള്ള റൈറ്റേഴ്സിനും ക്രിറ്റിക്സിനൊക്കെ ഒരു ഇതുണ്ട്. ഞങ്ങൾ പലപ്പോഴും പല ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ കോമൺ ആയിട്ട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് മലയാളം, എന്താണ് മലയാളത്തിൽ മാത്രം ഇത്രയധികം ട്രാൻസ്ലേറ്റേഴ്സ്, വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ദറ്റ് സക്സസ്, ഫോർ യുവർ സക്സസ്? വി ഡോണ്ട് നോ വാട്ട് ഇസ് ദ ഫോർമുല, and we don't know whether, of course Malayalam has been successful in garnering all the major prizes for the past few years. If you look at JCB itself, when you JCB ന്റെ 4 എണ്ണം കൊടുത്ത് 5 എണ്ണത്തിൽ 4 മലയാളത്തിനാണ്, 3 മലയാളത്തിനാണ്, 1 അല്ല ഹരീഷ്, 3 എണ്ണം മലയാളത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 എണ്ണം മലയാളത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, പിന്നെ ഇനിയൊരു മലയാളത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മലയാളം JCB ആവുന്നതാണ്
കരക്കമ്പി. അപ്പോൾ അത് എന്താ വെച്ചാൽ സോ Malayalam is, and if you look at all the other short lists and promotions and all that long lists and short lists also, Malayalam figure prominently. And Malayalam is, there are a lot of translations which are coming from Malayalam, and who determines Malayalam is chosen is something that the critics from other languages ask. So what is your success formula? Somebody asked for Marathi, someone asked me whether it was possible to replicate, because Marathi enjoyed its translational moment some time ago. So it, especially when Dalit literature, there were rampant translations of Dalit literature, and Marathi enjoyed its moment of glory, like how Bangla before it, Bangla was before that, and then recently Tamil figured before Malayalam came in. Kannada in between. Kannada has always been there. Internationally also, if you look, Bangla and Kannada have been there. If at all you find, there is very little translated literature from India published internationally. If at all you find some, it would be either Bangla or Kannada. So there is a hegemony in the language pyramid as well. There is a changing hegemony. ഒരു കാലത്ത് ബംഗ്ല മേലോട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് അപ്പോൾ ഇപ്പോൾ മലയാളമാണ് മേലേക്കുന്നത്. Malayalam seems to be wonderful for Malayalam. I don't know how far this trend would go ahead. There seems to be a change in the offing with the Booker winning. Booker going to Hindi, Geetanjali Shri winning the Booker. And Booker has played a tremendous role in internationalizing translation. It is going to play a greater role in doing it further. And hopefully in that Malayalam will also figure. ഇതുവരെ മലയാളം ഇപ്പോൾ വന്നിട്ടില്ല, ഹിന്ദിയാണല്ലോ വന്നത്. അതിനു മുമ്പേ, like say for instance, I always think of Booker as a frame of reference. Because Booker came to Salman Rushdie in 1981, and it completely changed the destiny of Indian writing in English. Then it was followed by Arundhati, then Anita Desai, and then Booker again was won by the same. But that is sort of that the promise of Indian writing of English was beset with a lot of problems of its own right from the beginning, about its cultural pedigree, about its elite urbanity, all and a bit its exclusions more than its inclusions, etc., etc. It continued, and its the glorious days seem to have petered down, and now translation seems to be coming to the forefront. And it is not just about Hindi translation. Hindi translation varthiya mattalla. Hindi ഇപ്പോൾ ഗീതാഞ്ജലി ശ്രീൻ്റെ കിട്ടിയത് കൊണ്ടുള്ള മാറ്റമല്ല. പിന്നെ അതിന് മുമ്പേ തന്നെ കൊറിയൻ ഇന്റർനാഷണൽ ബുക്ക്, സിൻസ് ദ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ്, ബുക്ക് പ്രൈസ് and Man International Book Prize. So since the establishment of International Booker Prize, there have been two great phenomena. One is what is called the Ferrante phenomenon. That is Elena Ferrante, when she won the Booker, tremendous sales came from European countries, especially Italian literature. So Italian literature കൂടെ തന്നെ ഇറ്റാലിയനിലാണ് ട്രാൻസ്ലേറ്റ്. അതോടുകൂടി ഇറ്റാലിയൻ ലിറ്ററേച്ചറിന് അത്രയും സെയിൽസ്, അപ്പോൾ ഒരു സെയിൽസ് ഫിനോമിന, അതുകൊണ്ടാണ് ഫെറാൻറ്റെ ഫിനോമിന എന്ന് അവർ വിളിക്കുന്നത്. സോ ദേ ന്യൂ ദറ്റ് So that was a game changer for the Anglophone industry, Anglophone publishing industry, because Anglophone literature is generally, or the publishing arena is generally known to be highly parochial and only receptive to European literature. European translations വായിക്കും. Anglophone translation US നോക്കുകയാണെങ്കിൽ 1% ആണ്. 1% all the books published 1% മാത്രമേ ട്രാൻസ്ലേഷനിലുള്ളൂ. US തീരെയില്ല. ആൻഡ് ഇൻഫാക്ട് US ക്രിയേറ്റീവ് റൈറ്റിംഗ് ഭയങ്കര പോപ്പുലറാണ്. അവർക്ക് ക്രിയേറ്റീവ് റൈറ്റിംഗ് പ്രോഗ്രാംസിൽ ട്രാൻസ്ലേഷൻസ് പഠിപ്പിക്കാറേ ഇല്ല. എവിടെ നിന്നുള്ള ട്രാൻസ്ലേഷൻസ് പഠിപ്പിക്കാറില്ല. സോ ദി ആർ ആക്ച്വലി പ്രൊമോട്ടിങ് എ കൈൻഡ് ഒരു റേമണ്ട് കാർവർ കൈൻഡ് ഓഫ് റൈറ്റിംഗ്, ഓർ മേ ബി ഹെമിംഗ്വേയൻ pared down language. അപ്പോൾ അങ്ങനെയുള്ള ഒരു തരം റൈറ്റിങ്ങിനാണ് അവർ ക്രിയേറ്റീവ് റൈറ്റിങ്ങിലൂടെ വരുന്നത്. സോ ദർ ഇസ് എ ഹോമോജനൈസേഷൻ വിച്ച് ഇസ് ബീങ് ബ്രോട്ട് ബൈ US ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സസ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഇപ്പോൾ ട്രാൻസ്ലേഷൻസിന് പബ്ലിഷ് ചെയ്യുന്നത്. അതർവൈസ് ദേ വർ inimical to, they were not they did not bother about translations.
ഓക്കെ. പക്ഷേ ആംഗ്ലോഫോൺ യൂറോപ്യൻ വിപണി എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ ബുക്ക് മാർക്കറ്റിൽ ട്രാൻസ്ലേഷൻ്റെ വിപണി എന്ന് പറഞ്ഞാൽ 12 മുതൽ 16 വരെയുണ്ട്. സോ ഇറ്റ്സ് എ ഹ്യൂജ് ദിസ്. ബട്ട് ദാറ്റ് വാസ് അബൌട്ട് ദാറ്റ് ഫോക്കസ് പ്രൈമർലി ഓൺ ട്രാൻസ്ലേഷൻസ് വിത്തിൻ യൂറോപ്പ്. യൂറോപ്യൻ ലാംഗ്വേജസ് തമ്മിലുള്ള ട്രാൻസ്ലേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വായിക്കും. So initially, but even in that there was a hegemony. Initially it was about Spanish being translated, Spanish, French ആണ് ഏറ്റവും അധികം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ് അങ്ങനെ ഒരു ഹെജ്മണി ഉണ്ട് അതിൽ. അപ്പോൾ അവർ ആ ലാംഗ്വേജസ് ഡോമിനൻറ്റ് ലാംഗ്വേജസ് വ്യാപകമായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലേറ്റഡ് വൈഡ്ലി ആൻഡ് ഐ ഫീൽ ലൈക്ക് മമ്മൂട്ടി വ്യാപകമായി ട്രാൻസ്ലേറ്റ് ചെയ്തു, അപ്പോൾ തന്നെ വൈഡ്ലി ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇംഗ്ലീഷ് നമ്മൾ സിനിമയിലല്ല അങ്ങനെ മലയാളത്തിൽ ഇംഗ്ലീഷിലൊപ്പം തന്നെ അതുപോലെ. സോ അങ്ങനെ വളരെ വ്യാപകമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഭാഷയിൽ നിന്നാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഐസ്ലാൻഡ് അങ്ങനെയുള്ള കുറച്ചും കൂടി ലെസ് നോൺ യൂറോപ്യൻ കൺട്രീസിലുള്ള ട്രാൻസ്ലേഷൻസ് ഉണ്ട്. സോ ട്രാൻസ്ലേഷൻ സീംസ് ടു ബി ഹാപ്പനിങ്. Translation market seems to be quite good for European markets, but it was not the case with US or UK. But UK is waking up. UK is waking up to translations, and that is why it began with Ferrante. Then it continued, it created a great bang with Ferrante. Italian and European ഭാഷ തന്നെയാണല്ലോ. പക്ഷേ the great change came with Vegetarian, Han Kang's Vegetarian, which was translated by Deborah Smith. And though Korean literature, Korean culture and Korean, especially pop culture and films were very popular world over, literature was not so internationalized. So the internationalization of Korean literature began with the Vegetarian. Then came, അങ്ങനെയാണ് ട്രാൻസ്ലേഷനിലേക്ക് വരുന്നത്. സോ the Anglophone industry was slowly waking up to, especially the UK industry was slowly waking up to translations, and now we have this celebrated, which seems to be announcing a change for India, the translation of Gita, Tomb of Stone. ഓക്കെ, ഗീതാഞ്ജലി ശ്രീസ് ബുക്ക്. സോ ഹിന്ദിയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ഷോർട്ട്ലി ഇന്ത്യൻ ബുക്സ്, ഇന്ത്യൻ ട്രാൻസ്ലേറ്റഡ് ഫിക്ഷൻ മാത്രമേ പോയിട്ടില്ല, അധികം ആളില്ല. Indian translated fiction is gaining grounds, and hopefully it's going to be a great future for Indian writing as well. അത് ഇന്റർനാഷണൽ ഓഡിയൻസ് വായിച്ചത് കൊണ്ടല്ല, ആര് ട്രാൻസ്ലേഷൻ വായിക്കുന്നത്, ഷാരുമാഷോടൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, ആരാണ് ട്രാൻസ്ലേഷൻ വായിക്കുന്നത്. സോ ലൈക്ക് സേ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ലാസ്റ്റ് ചെയ്ത ട്രാൻസ്ലേഷൻ ഷുഡ് ആക്ച്വലി സെൽ ബിക്കോസ് ഇറ്റ്സ് ഈസി. ഡൽഹി സോളിലൊക്കെയാണ് ഞാൻ നന്ദകുമാർ കൂടി ചെയ്തത്. അപ്പോൾ അത് എന്തായാലും വിൽക്കപ്പെടേണ്ട പുസ്തകമാണ്. ഈസിയാണ്, വായിക്കാൻ ഈസിയാണ്. പിന്നെ അത് വളരെ മറന്നുപോയേക്കാവുന്ന ഒരു ഡൽഹിയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ്. സോ വായിച്ച ആൾക്കാർക്ക് അത് ഭയങ്കര നല്ല പുസ്തകമായിട്ട് തോന്നി, വായിക്കപ്പെടേണ്ട പുസ്തകമാണെന്ന് തോന്നി. പക്ഷേ പിന്നീട് ആര് വായിക്കുന്ന, ആര് ഡിസ്കസ് ചെയ്യുന്നത്, വായിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കഷൻ വരുമല്ലോ, ആര് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. വി ഗോട്ട് എ ലോട്ട് ഓഫ് റിവ്യൂസ് ആൻഡ് ലോട്ട് ഓഫ് പ്രൊമോഷൻസ് ആൻഡ് ഓൾ, ഇൻ്റർവ്യൂസ് ഒക്കെ നോക്കുകയാണ്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ബുക്ക് പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വായന കൊണ്ടുള്ള എൻഗേജ്മെൻ്റ് ഉണ്ടോ, ആക്കഡമിക് എൻഗേജ്മെൻ്റ് ഉണ്ടോ, ക്രിട്ടിക്കൽ എൻഗേജ്മെൻ്റ് ഉണ്ടോ, കോംപ്രിഹെൻസീവ് ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ട്രാൻസ്ലേഷൻസ് ആര് വായിക്കുന്ന, ആര് പഠിക്കുന്ന, ആരും പഠിക്കുന്നില്ല. സത്യത്തിൽ അക്കാഡമിയ നമ്മളിവിടെയുള്ള ട്രാൻസ്ലേഷൻസ് പോലും അക്കാഡമിയിൽ ഒരു ഇൻ്റർവെൻഷനും ഉണ്ടാവും. വെരി ലിറ്റിൽ ഓഫ് ഇൻ്റർവെൻഷൻ കംസ് ഫ്രം ദ അക്കാഡമിയ. ക്രിട്ടിക്കൽ എൻഗേജ്മെൻ്റ് എന്നൊരു സാധനമില്ല. അപ്പോൾ അവിടെയാണ് ഇന്റർനാഷണലൈസേഷൻ വരുന്നത്. നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന ആരാ വായിക്കുക, നമുക്ക് വായിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ, ആരാണ് വായനക്കാർ ട്രാൻസ്ലേഷനിൽ. വായനക്കാരെന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ വായനക്കാരെന്ന് പറഞ്ഞാൽ മലയാളം അറിയുമെങ്കിലും മേ ബി റീഡിങ് കംഫർട്ടബിൾ ആയിട്ടുള്ള, റീഡിങ് ഇംഗ്ലീഷിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള യങ് തലമുറ ഒരു വലിയൊരു ഇതാണ്. പിന്നെ ലോകം മുഴുവൻ സ്പ്രെഡ് ഔട്ട് എടുക്കുന്ന ഡയസ്പോറ വായിക്കാൻ സാധ്യതയല്ല. അത് മലയാളി, നോൺ മലയാളി. ഇതിൽ ഇന്ത്യയിലുള്ളിൽ നോക്കുകയാണെങ്കിൽ മലയാളി, നോൺ മലയാളി ഹു ആർ കംഫർട്ടബിൾ റീഡിങ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത്, അങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത്. പിന്നെ വായിക്കേണ്ടതാണ്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകേണ്ടതാണ് ഇന്റർനാഷണലി വായിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നടന്നിട്ടില്ല. നമ്മളിത് പൊതുവേ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇന്ത്യക്കുള്ളിലുള്ള പബ്ലിഷിംഗ് റൈറ്റ്സ് വുഡ് ബി ലിമിറ്റഡ് ടു ഇന്ത്യ ഓർ അറ്റ് ദ മോസ്റ്റ് സൗത്ത് ഏഷ്യ വരെ വിൽക്കാനുള്ള കോൺട്രാക്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ വന്ന് ഇന്റർനാഷണലി ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ നമ്മളെ അക്കാഡമിക് എൻഗേജ്മെൻറ്റ്, നമുക്ക് തിരിച്ചാണല്ലോ. അപ്പോൾ അക്കാഡമിക് എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റോ കുറച്ചുകൂടി ട്രാൻസ്ലേഷനായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ആരെ അക്കൗണ്ടബിൾ? ഇപ്പം ചില പബ്ലിഷേഴ്സ് മലയാളത്തിൽ പബ്ലിഷ് ചെയ്യുന്നില്ലേ, പ്രോളിഫിക് ആയിട്ട് പബ്ലിഷ് ചെയ്യും, എത്ര ട്രാൻസ്ലേഷൻസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും അതിൽ എഡിറ്റേഴ്സ് ഉണ്ടോ, ഈസ് എനിവൺ ചെക്കിങ്, ഈസ് ദർ എനി അക്കൗണ്ടബിലിറ്റി? വായിച്ച ആൾക്കാർക്ക് അറിയാം അക്കൗണ്ടബിൾ ആണോ, എന്തെങ്കിലും ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ടോ, ഈ ട്രാൻസ്ലേറ്റേഴ്സ് നല്ലതാണെങ്കിൽ അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, ഒന്നും നമുക്കറിയില്ല. സോ ദിസ് ഇൻഡസ്ട്രി ദർ ആർ ഹാർഡ്ലി എനി ചെക്സ് ആൻഡ് ബാലൻസസ്. ഇതേ സാധനം വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു കളിക്കാം. കാരണം വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ ലിറ്ററസി കൂടുമ്പോൾ വായന
ശീലവും കൂടിയല്ലോ. അപ്പോൾ വായനയോടുള്ള ത്വര കൊണ്ട്, ഹങ്കർ കൊണ്ട് പുസ്തകങ്ങൾ പ്രൊഡ്യൂസ്. അപ്പോൾ അത് ട്രാൻസ്ലേഷൻസ് ആയിരുന്നു. അപ്പോൾ ട്രാൻസ്ലേഷൻസ്, ചില ട്രാൻസ്ലേറ്റേഴ്സ് എൻജോയ് ഗ്രേറ്റ് പ്രസ്റ്റീജ് അന്ന്, വെൽ പെയ്ഡ് പ്രസ്റ്റീജിയസ് സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മെജോറിറ്റി ഇങ്ങനെ അത് നീഡ് കൂടി വന്നതോട്, വായനയുടെ നീഡ് കൂടി വന്നത്, വായനക്കാരുടെ നീഡ് കൂടി വന്നതോട് കൂടിയിട്ട് ട്രാൻസ്ലേഷൻസ് ഇങ്ങനെ പ്രോളിഫിക് ട്രാൻസ്ലേഷൻസ് ഫോർ പ്രൊഡ്യൂസ് ആൻഡ് ദാറ്റ് ഓൾസോ ബിഗാൻ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ ട്രാൻസ്ലേറ്റേഴ്സ്. കാരണം അങ്ങനെ പടച്ചിൽപ്പെടും. അപ്പോൾ ആര് ചെയ്യുന്നതൊന്നുമില്ല, പുസ്തകം വരണമെന്ന് മാത്രമേ ഉള്ളൂ. അതേ സാധനം നമുക്കുണ്ട്, നമ്മളെ ചെക്സ് ആൻഡ് ബാലൻസസ്. So unless there is critical engagement, academic engagement with our own literature in translation, I don't think there is any future for translation. Translations will be published, but I don't know how far they will be read. വായിച്ചാലേ നമുക്കത് സെയിൽസിനല്ല, വായിക്കണ്ടേ, പൈസ ഒന്നും ഇല്ല അറിയില്ല. പക്ഷേ വായിക്കണം എന്നല്ല, നമ്മളിപ്പോൾ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വായിക്കണ്ടേ എന്നുള്ളൊരു, ആര് വായിക്കുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അവിടെ നിൽക്കും. കാരണം ആര് വായിക്കുന്നുണ്ടാകാൻ സാധ്യതയില്ല. സെയിൽസ് ഫിഗേഴ്സ്, ഞങ്ങളിപ്പോഴും ഈ പ്രൈസ് കിട്ടുന്ന പുസ്തകങ്ങൾക്ക് പോലും പലപ്പോഴും നെഗറ്റീവ് റോയൽറ്റി. അപ്പോൾ വിൽക്കുന്നില്ലല്ലോ. നമ്മൾ മലയാളത്തിലെ ഇൻഡസ്ട്രി പോലെയല്ല നാഷണൽ ഇൻഡസ്ട്രി. അവർ കണക്കുകളൊക്കെ സുതാര്യമാണ്. അവർ കണക്കിൽ കള്ളത്തരം കളിച്ചിട്ടല്ല, വിറ്റിട്ടില്ല എന്ന് പറയുന്നില്ല, വിറ്റിട്ടില്ല, അത് തന്നെയാണ് സാധനം. So those things seem to be better for us, getting better for us. A lot of changes will have to come to the industry. So പിന്നെ നമ്മൾ മലയാളത്തിൻ്റെ ഒരു ടിപ്പിക്കലായിട്ടുള്ള നമ്മൾ ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ക്ലെയിമുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ ക്ലാസിക്കാണെന്ന് പറയും, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തോടെ തന്നെ നമ്മൾ അപ്പം തന്നെ ഇത് ട്രാൻസ്ലേറ്റബിൾ ബുക്കാണെന്ന് പറയും. അതിൽ യാതൊരു മാറ്റമില്ല, തിരുത്തൊക്കെ വേണ്ടി വരും. കാരണം പലപ്പോഴും എത്ര ശ്രദ്ധയോടെ ചെയ്ത സാധനമാണെങ്കിലും മലയാളത്തിൽ എന്തുകൊണ്ട് എനിക്കറിയില്ല, മലയാളത്തിൽ ജാഗരൂകരായ വായനക്കാർ പോലും കാണാതെ പോയ പല സാധനങ്ങളും നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ നമ്മൾ തിരുത്തും. കാരണം ഇംഗ്ലീഷിൽ നമ്മൾ വി യൂസ്ഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ വിച്ച് ദർ ആർ ലോട്ട് ഇംഗ്ലീഷ് ലിറ്റററി പ്രൊഡക്ഷൻസ് ഇൻ വിച്ച് എ ലോട്ട് ഓഫ് റിസർച്ച് ഗോസ് ഇൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റേഴ്സ് അതിനൊന്നും നിൽക്കില്ല. അങ്ങനെ തെറ്റുകൾ, എററൊക്കെ ഉണ്ടെങ്കിലൊക്കെ, മലയാളത്തിൽ എറർ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ വരുന്നത് മാറ്റുന്നുണ്ട്. സോ ലോട്ട് ഓഫ് എഡിറ്റേഴ്സാണ്, പ്രൊമോട്ടേഴ്സാണ്, സോഷ്യൽ മീഡിയ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെ പല രീതിയിലുള്ള പലതരത്തിലുള്ള കുമ്പിടി റോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ട്രാൻസ്ലേറ്റേഴ്സ് ആസ് ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷനിൽ തന്നെ അതുണ്ട്. സോ ഇറ്റ്സ് നൗ വി ടോക്കിംഗ് അബൌട്ട് ഗ്ലോബൽ ട്രാൻസ്ലേഷണൽ ഡിസ്കോഴ്സ്, ബട്ട് ഫ്രം ദ ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷൻ, റൈറ്റ് ഫ്രം ദ beginning of translation itself, it has always been there. And though non-literary translation requires every translation requires creativity, but more so in non-literary translator, anyway, the tendency is to look at it as a subverter or maybe an also ran along with the writer, but seldom not an ally. Sometimes the translation is better than the book, but that is not recognized. ചിലപ്പോൾ ആയിരിക്കും, വളരെ അപൂർവമായിരിക്കും, എന്നാലും ഇറ്റ് ക്യാൻ ബി, സംടൈംസ് ഇറ്റ് ക്യാൻ ബി. വി ഹാവ് ഇൻസ്റ്റൻസസ് ഇൻ ലിറ്ററേച്ചർ ഫോർ ദാറ്റ്. അത് ഡാമേജ് ഇല്ലാതെ ചെയ്താൽ പോലും ഡാമേജ് ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ളൊരു നമ്മളുടെ ഒരു സിനിക്കലായിട്ടുള്ളൊരു കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ പൊതുവിലെ ട്രാൻസ്ലേഷൻസിനെ തന്നെ അപ്രോച്ച് ചെയ്യും. അതും പിന്നെ വേറെ ഒന്നുണ്ട്, അതിൽ കള്ളനാണയങ്ങളില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ട്രാൻസ്ലേഷനിൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. There are a lot of people, as I said earlier at the beginning, there are a lot of people in this profession because they see it as a profession. That's why I use the word profession. So you can't expect them to put in a lot of effort and to empathetically read a text and recreate a text in a new language. So in the new language, it is never a replica, never a reproduction. It is a recreation. It is phrased differently. So the words, that's why world over there is a clamor for translators' rights, and it was inaugurated by the translator of Olga Tokarczuk, Jenny Croft. So she published in 2019, she published a book. She's a very celebrated translator, and she's been translating Olga for a long time. But still, she realized that some of the publishers did not add her name or retain her name on the cover page, which was, and she was miffed, and some of the publishers also paid a one-time settlement as payment and no share of royalty. So royalty makes a difference, because sometimes look at that's what I that's why I talked about the Ferrante phenomena.
ഫെറാൻറ്റിൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, എലേന ഫെറാൻറ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇറ്റ് സെയിൽസ് ഫിഗേഴ്സ് ഭയങ്കരമായിട്ട് കൂടി. ഇറ്റലിയിൽ ഭയങ്കരമായിട്ട് എക്സ്പൊണൻഷ്യലി കൂടി, ബാക്കിയുള്ള സ്ഥലത്ത് ഒരുപാട് കൂടി. ആൻഡ് ലോട്ട് ഓഫ് ട്രാൻസ്ലേഷൻസ് കെയിം ഫ്രം ഇറ്റ്. ഒരു കോപ്പി കാറ്റ് സിൻഡ്രോം വരുമല്ലോ. ലോട്ട് ഓഫ് ട്രാൻസ്ലേഷൻസ് കെയിം, it inspired a lot of translators to come with Italian, publish Italian literature, and the publishers also came forth. അപ്പോൾ അതുകൊണ്ട് അവർ റെഡിയായിരുന്നു. അപ്പോൾ ട്രാൻസ്ലേറ്റഡ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഫിക്ഷൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയാൻ വഴി തുറന്നു കൊടുത്തത് എലേന ഫെറാൻറ്റിൻ്റെ ട്രാൻസ്ലേഷനാണ്. അതുകൊണ്ടാണ് ഫെറാൻറ്റി ഫെനോമിനാണ് പബ്ലിഷേഴ്സ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഓരോന്നോരോന്നായിട്ടാണ് ഇങ്ങനെ പിന്നീട് പല ട്രാൻസ്ലേഷൻസ് പബ്ലിഷ് ചെയ്യുന്നു ആണ് വരുന്നത്. മുമ്പുണ്ടായിരുന്നത് പോലെയല്ല, ഇന്നിപ്പോൾ കുറച്ചുകൂടി ഇൻ്റർനാഷണൽ ഇതിൽ കുറച്ചുകൂടി ഇന്ത്യ അണ്ടർ റെപ്രസെൻറ്റഡ് ആണ്. പിന്നെ അതുപോലെയുള്ള പല അണ്ടർ റെപ്രസെൻറ്റഡ് ലാംഗ്വേജസിൻ്റെ ട്രാൻസ്ലേഷൻസ് ആർ കമ്മിങ് ഇൻ ടു ദ ബുക്ക്, ആൻഡ് ദാറ്റ്സ് വൈ ബുക്ക് ഈസ് ഓൾവേസ് എ ഡിറ്റർമിനൻറ്റ് ഫാക്ട്. ഇറ്റ് കൻ ബി സീൻ ആസ് എ ഗെയിം ചേഞ്ചർ. സോ ബുക്കറിലേക്ക് ഒരുപാട് പുതിയ ഇപ്പോൾ ലോങ് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റൊക്കെ നോക്കിയാൽ കാണാം, പലപ്പോഴും പുതിയ ഭാഷകൾ, നമ്മൾ അധികം കേൾക്കാത്ത, ലിറ്ററേച്ചർ കേൾക്കാത്ത ഭാഷകളിൽ നിന്ന് വരുന്ന, നമുക്ക് പരിചയമില്ലാത്ത, നമ്മൾ വായിക്കാൻ ഇടയില്ലാത്ത എന്ന് വെച്ചാൽ തായ്, മംഗോളിയൻ, ഇന്തോനേഷ്യൻ, ഇന്തോനേഷ്യയിലുള്ള വേറെയുള്ള ലാംഗ്വേജസ്, അങ്ങനെ പലതരത്തിലുള്ള നമ്മൾ പൊതുവേ കേൾക്കാൻ ഇടയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അണ്ടർ റെപ്രസെൻറ്റഡ് ലാംഗ്വേജസ്, ലിറ്ററേച്ചർ ഫ്രം അണ്ടർ റെപ്രസെൻറ്റഡ് ലാംഗ്വേജസ് ആർ ബീങ് പബ്ലിഷ്ഡ്. സോ ഇസ് ദ കേസ് വിത്ത് ഹിന്ദി. ഹിന്ദി വളരെ പോപ്പുലർ ആണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും അധികം നമ്മളെപ്പോഴും പൊളിറ്റിക്സ് ഓഫ് ട്രാൻസ്ലേഷൻ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒരു കാലത്ത് അതായത് നമുക്ക് പറയും ഇംഗ്ലീഷിലേക്ക് വന്നതെന്ന് ഇംഗ്ലീഷിൻ്റെ അപ്രമാദിത്വം കൊണ്ട് നമ്മളെല്ലാം ഡിഫറൻസസ് എല്ലാം ഒന്ന് ഹോമോജിനൈസ് ചെയ്ത ആൾ ഇംഗ്ലീഷുകാർക്ക് ഈസിയായി വായിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് നമ്മൾ അതെല്ലാ ഭാഷയിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് സേ ഫോർ ഇൻസ്റ്റൻസ് last session also was talking about the opening line of Camus' Stranger. അതിൽ കമ്യൂ എൻ്റെ അമ്മ ഇന്ന് മൈ മദർ ഡൈഡ് ടുഡേ എന്നുള്ളതാണ്. അപ്പോൾ ഫ്രഞ്ചിൽ മാമനാണ് മദർ. അപ്പം മാമൻ വെക്കണോ, മദർ വെക്കണോ, മൈ മദർ ഡൈഡ് ടുഡേ, മൈ മമ്മി ഡൈഡ് ടുഡേ, മൈ ഇങ്ങനെ പലതരത്തിൽ ഇംഗ്ലീഷിൽ പലരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് പെർട്ടിക്കുലർ ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിർമ്മമമായിട്ട് ഒരാൾ സംസാരിക്കും, നിർമ്മമമായിട്ടൊന്നും ഒരാൾ ഒരു പുല്ല് പോലെയാണ് അയാൾ പറഞ്ഞത് എൻ്റെ അമ്മ മരിച്ചു ഇന്നോ ഇന്നലെയോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലൈൻ. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ഹൗ ഡു യു ട്രാൻസ്ലേറ്റ് എ വേർഡ് ലൈക്ക് ദാറ്റ്സ് വൈ ഐ സെഡ് വെൻ യു ചൂസ് എ വേർഡ് ദോ ദർ ആർ മെനി സിനോണിംസ് you choose a word which is culturally fits culturally into that, contextually into it. Socio-cultural register should be perfect for that. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ലേറ്റസ്റ്റ് ത്രൂ ട്രാൻസ്ലേഷൻസ് അതിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവസാനം വന്ന ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് മൈ മാമൻ ഡൈഡ് യെസ്റ്റർഡേ ഓർ ടുഡേ എന്ന് പറയുന്നത്. അതാണ് അപ്പം മാമൻ തന്നെ വെച്ചു. സോ അങ്ങനെ ഹോമോജനൈസേഷൻസ് ഒന്നും ഇപ്പോൾ ഇല്ല. മുമ്പ് അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ചൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് വായനക്കാർക്ക് കൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വായനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ചെയ്യുമോ, അപ്പോൾ പല ഡിഫറൻസസ് എല്ലാം ഇറേസ് ചെയ്ത് പോവോ. സോ യു ഹോമോജനൈസ് ഇറ്റ് ടു ഫിറ്റ് ദ ടേസ്റ്റ് ഓഫ് ദ റീഡർ. ഈസി റീഡബിലിറ്റി ആണോ ഇമ്പോർട്ടൻറ്റ്. ഹാപ്പി ഇൻഫിഡിലിറ്റീസ് എന്ന് ബോർഹസ് പറയുന്നുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ നമുക്ക് പല ഇൻഫിഡിലിറ്റീസും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇതൊക്കെ ചോദിക്കും. ഡിലൈറ്റ്ഫുൾ ഇൻഫിഡിലിറ്റീസോടുകൂടി പലതും ചെയ്തിട്ട് പോകാൻ പറ്റുമോ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വി ട്രൈ നോട്ട് ടു ഡു ദാറ്റ്. വി ട്രൈ ടു ഡു ജസ്റ്റിസ് ടു ദ source text by retaining its cadences, retaining if possible its words, retaining its the tonality of its dialect, etc. പക്ഷെ ബുദ്ധിമുട്ടാണ്. എന്നാലും പലതും ആളുകൾ ചെയ്യാൻ നോക്കിക്കൊണ്ട് തന്നെയാണ്. ഇത് വായിക്കുന്നത് ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റ് ആണ്. ഈസ് ഓഫ് റീഡബിലിറ്റി ഉണ്ടെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ലോകത്തിനെ കുറിച്ചാണ് വായിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ മാർക്കേഴ്സ് വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്. അപ്പോൾ അതുപോലെ വായിച്ചോണ്ടാണ്. ചില ടെക്സ്റ്റ് വാക്കുകൾക്കൊന്നും അർത്ഥം പോലും സംടൈംസ് യു കെൻ റൈറ്റ് ഇൻ ടു ദ ടെക്സ്റ്റ് ബട്ട് യു ഡോണ്ട്. Say for instance, പ്രൊഫസ്റ്റ് മാനിൽ കടവ് കുറേ പ്രാവശ്യം വരും. കടവ് വരും. അപ്പോൾ കടവ് വരുമ്പോൾ പല സ്ഥലത്തും കടവ് എന്ന് എഴുതും, പല സ്ഥലത്തും റിവർ ബാങ്ക് എന്ന് എഴുതും. ആദ്യം റിവർ ബാങ്ക് എന്ന് എഴുതും, കടവ് എന്ന് എഴുതിയിട്ട് കുമരി കടവ്, ദ റിവർ ബാങ്ക് ഓഫ് കുമരി. അതങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ അങ്ങ് ചേർക്കും. അല്ല ഏറ്റവും മിനിമൽ ഇതോടുകൂടി ചേർക്കും. പിന്നെ വരുന്നിടത്തെല്ലാം കടവ്, പിന്നെ ഗട്ട് എന്ന് പറയും, കടവ് എന്ന് പറയും. അത് കോൺസ്റ്റൻ്റ്ലി പറഞ്ഞു. പിന്നെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരു 1.5 ചാപ്റ്റർ കഴിയുമ്പോഴേക്കും പിന്നെ കടവുണ്ടാവും. So that's how you acquaint ചെറിയ translation strategies which all translators would use. So we try to retain the regionality of as much as possible. ഒരു കിണ്ടി നിലാവ് എന്നാണെങ്കിൽ അല്ല ഒരു കിണ്ടി നിലാവ് എന്നാണെങ്കിൽ കിണ്ടി ഫുൾ ഓഫ് മൂൺലൈറ്റ് എന്നാക്കും. അതങ്ങനെ വെക്കും, അങ്ങനെ എടുത്ത് വെക്കും.
കാരണം അത് കണ്ടുപിടിച്ചോളൂ, അവർക്ക് വേണമെങ്കിൽ അവർ കണ്ടുപിടിക്കും അല്ലേ. അല്ലെങ്കിൽ പറ്റാവുന്നിടത്ത് എന്തെങ്കിലും ഗ്ലോസ് ചെയ്യാനുള്ളിലേക്ക് തന്നെ ഐ മീൻ റൈറ്റ് ഇൻ ടു ദ ടെക്സ്റ്റ് ഓർ യു യൂസ് എ ഗ്ലോസറി. ഇപ്പം നമ്മളൊരു പുസ്തകം വാങ്ങുമ്പോൾ നമ്മൾ അക്കാഡമിക് ടെക്സ്റ്റ് പോലെ അടിയിൽ ഫുട് നോട്ട് ഇട്ടിട്ട് നോവൽ വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫുട് നോട്ട്സ് ഫ്രൗണ്ട് അപ്പോൺ. സോ ഗ്ലോസറി വെക്കാം, പലപ്പോഴും ഗ്ലോസറി വെക്കാം. ഇപ്പം ഫസ്റ്റ് മാനിനൊക്കെ ഞാൻ ഗ്ലോസറി വെച്ചിട്ടുണ്ട്, കാരണം അതല്ലെങ്കിൽ മനസ്സിലാവില്ല. ദാറ്റ്സ് എ ടെക്സ്റ്റ് വിച്ച് ഇസ് പെർട്ടിക്കുലർലി എ ടെക്സ്റ്റ് വിച്ച് ഫോക്കസസ് ഓൺ ദ മെമ്മറി ഓഫ് മലയാളി. മലയാളിയെ മലയാളിത്തം ഓർമ്മിപ്പിക്കല്ലേ, മലയാളിയുടെ ചരിത്രം ഓർമ്മിപ്പിക്കാനുള്ളൊരു പുസ്തകം. സോ ഇറ്റ്സ് ലൈക്ക് എ നെമോണിക്. It constantly mentions things which things which a Malayali would immediately identify with, immediately remember. ഇപ്പോൾ സ്പുട്നിക് റഷ്യൻ ആണ്, പക്ഷെ മലയാളിക്ക് സ്പുട്നിക്കിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയായിരുന്നു മലയാളികൾ സ്പുട്നിക് വീഴുന്നുണ്ടോ എന്ന് കണക്കിതാക്കി, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ മാഗസീൻ, അങ്ങനെയുള്ളൊരു മാഗസീൻ എങ്ങനെയാണ് കണ്ടത്, എന്താ മലയാളികളുമായിട്ടുള്ള കൾച്ചറിൽ ഇത് അതൊക്കെ ഇത് ചെയ്യും. അതേ മലയാളിക്ക് തന്നെ പലപ്പോഴും മലയാളി അല്ലാത്ത രീതിയിൽ പ്രേമിക്കാൻ പോലും പഠിപ്പിച്ചിട്ടുണ്ടാകുന്ന റഷ്യൻ നോവലുകളായിരിക്കും പലപ്പോഴും. വളരെ പ്രണയാതുരവും തരളവുമായിരിക്കും, അതേസമയം ബഹുമാനം ഒരു തുള്ളിയും കുറക്കാത്ത രീതിയിൽ എങ്ങനെ പ്രേമലേഖനം എഴുതാമെന്നൊക്കെ എൻ്റെ തലമുറയൊക്കെ പഠിപ്പിച്ചു തന്നതിൽ റഷ്യൻ നോവലുകൾ തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ നമ്മൾ പലതും നമ്മൾ വി ബോറോഡ് എ ലോട്ട് ഫ്രം അതർ കൾച്ചേഴ്സ്. സോ വി ക്വൈറ്റ് ഓക്കെ വിത്ത് ഓൾസോ ട്രാൻസ്ഫറിങ് ആ കൾച്ചർ ഇൻ ടു someone who is, for me personally, I have read books in both. വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട്, പണ്ട് കാലത്ത് വീടുകളിൽ കുടുങ്ങി പോകുന്നതുകൊണ്ട് വേറെ പണിയൊന്നും രാത്രികളിൽ വേറെ ഇടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെൺകുട്ടിയാണ് ഞാൻ ഒരിക്കൽ, ഇപ്പോൾ പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെയാണ് അത് വലിയൊരു ഇതുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി, അല്ലാണ്ട് ലൈബ്രറി പോയിരുന്ന് വായിക്കാൻ പറ്റില്ലല്ലോ. സോ രാത്രികളിൽ ഇരുന്നല്ലേ വായിക്കാം, ലൈബ്രറി ബുക്ക് എടുത്തുകൊണ്ടാണ് രാത്രികളിൽ വായിക്കും. അപ്പോൾ പുസ്തകങ്ങൾ തീർന്നു പോയാലും ഒരേ പുസ്തകം ഇംഗ്ലീഷിൽ വായിക്കും, മലയാളത്തിൽ വായിക്കും. ഷെർലക് ഹോംസ് മലയാളത്തിൽ വായിക്കും, ഇംഗ്ലീഷിൽ വായിക്കും. സോ ട്രാൻസ്ലേഷണൽ തിങ് വിൽ ഓൾറെഡി ബി ദർ, you're moving from one language to another. And I'm sure that it is the case with most of Malayalis of my generation. ഒരുപാട് ആൾക്കാർ ട്രാൻസ്ലേഷൻസ് വായിച്ചിട്ടുണ്ട്, അതാണ്ട് രണ്ടിലും വായിച്ചിട്ടുണ്ടാകും പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഓരോരാൾ ട്രാൻസ്ലേറ്റഡ്, ഒരാൾ കൊണ്ടുവരുന്ന ഹൊറൈസൺ ഓഫ് റീഡിങ് ആൻഡ് ഹൊറൈസൺ ഓഫ് അക്രൂഡ് ലാംഗ്വേജ്. എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ട്രാൻസ്ലേഷൻ ഇസ് എ വെരി ലോൺലി പ്രോസസ്സ്. ആരുമില്ലല്ലോ ലിറ്റററി ട്രാൻസ്ലേഷനിൽ. ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ വേൾഡ് അല്ല ഗ്രേസിയുടെ വേൾഡ്, എൻ്റെ മൂന്ന് വർക്കാണ് ഞാൻ പറയുന്നത്. ഗ്രേസിയുടെ വേൾഡ് അതല്ല മുകുന്ദട്ടൻ്റെ വേൾഡ്. മുകുന്ദട്ടനിൽ ഐ ഹാവ് കമ്പനി, Nankumar and my co-translator. But otherwise we agonize over words. Sometimes you can't get a particular word in. ഇപ്പം എനിക്ക് കിട്ടിയിട്ടില്ല. അടുപ്പ്, വിറകടുപ്പിനൊരു ഇക്വാലൻ്റ് ഇംഗ്ലീഷിൽ ഫയർ സ്റ്റോവ്, വുഡ് ഫയർ സ്റ്റോവ് എന്നൊക്കെ വെക്കേണ്ടി വരും. പക്ഷെ അവർക്കതില്ലാത്തത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ളത് അവർക്കതില്ലാത്തത്. സോ അതിൻ്റെ കൾച്ചറൽ കോണറ്റേഷൻസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. ബട്ട് വി മാനേജ് എങ്ങനെയെങ്കിലും അതിനൊരു ഇക്വാലൻ്റ് ആയിട്ടുള്ള, കാരണം ഒരു കാലത്ത് അവരും തീ കത്തിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഹോപ്പിൽ വുഡഡ് ഫയർ എന്നുള്ള രീതിയിൽ, അല്ല വുഡ് ഫയർ സ്റ്റോവ് എന്നുള്ള രീതിയിൽ ചെയ്യും. അപ്പം എങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇല്ലാത്തൊരു അങ്ങേയറ്റം സോളിറ്ററിയും ആയിട്ടുണ്ട്. ഓരോരാൾ ലോകവും വരണം. എനിക്ക് ആ ലോകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ലോകത്താണുള്ളത്. അതിൽ ട്രാൻസ്ലേറ്റർ സബ്ജക്റ്റിവിറ്റീസ് ഇമ്മ്യൂഡ് സോർട്ട് ഓഫ് സബ്സ്യൂംഡ് ഇൻ ടു ദ ടെക്സ്റ്റ്. സോ നമ്മളങ്ങ് അഴിച്ചു വെച്ച് ഇംഗ്ലീഷ് എത്ര സ്ട്രോങ് ആയിട്ടുള്ള ട്രാൻസ്ലേറ്റർ ആണെങ്കിലും നമ്മൾ അതിലേക്ക് അലിഞ്ഞു ചേർന്ന് നമ്മളെ തന്നെ കുറച്ചൊന്ന് മാറി കൊടുക്കുക ചെയ്യുന്നത്. ആക്ച്വലി ദർ ഇസ് എ സോർട്ട് ഓഫ് എ ടോട്ടൽ സബ്മിഷൻ ടു ദ ടെക്സ്റ്റ്, നോട്ട് ടു ദ റീഡർ, നോട്ട് നെസസറി ടു ദ റൈറ്റർ, ബട്ട് ഡെഫിനറ്റ്ലി ടു ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിനോട് നമ്മൾ അങ്ങേയറ്റം 100% കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് ആ പുസ്തകം നടക്കുന്നത്. അപ്പോൾ എത്രയും സെൻസിറ്റീവായി, എത്ര നുവാൻസ്ഡ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും, അത്ര തന്നെ അത് നോക്കും, ട്രൈ ചെയ്യും. സക്സീഡ് ചെയ്യുമെന്ന് അറിയുന്നത്. പക്ഷേ ഈ subsuming of the self which happens within when you go into the translation, when you're lost into the translation, is something totally different when you move to another translation. വേറൊരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ ലോകത്തിലും ഏകാന്തതയാണ് ഏറ്റവും കൂട്ടുണ്ടാവുക ട്രാൻസ്ലേറ്റർക്ക്. പിന്നുള്ളത് കൂട്ടെന്ന് പറയുന്നത് ഓൺലൈൻ ഡിക്ഷണറികളല്ലായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതൊന്നും മതിയാവില്ല നമുക്ക്, അതൊന്നും പോരല്ലോ. ഡിക്ഷണറികളൊന്നും ചെത്തുന്നും ശശിയാവുകയും ചെയ്യുന്ന നാട്ടിൽ നമുക്ക് പോരല്ലോ, ഈ എക്സിസ്റ്റിംഗ് ഡിക്ഷണറികൾ പോരല്ലോ. അപ്പോൾ ആ ഡിക്ഷണറി കോൺസ്റ്റൻ്റ്ലി മാറിക്കൊണ്ടിരിക്കുന്ന ഇവോൾവ് ചെയ്യുന്നൊരു ലോകത്തു നിന്നാണ് നമ്മൾ ഭാഷയെ അപ്രോച്ച് ചെയ്യുന്നത്. ടെക്സ്റ്റിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും, എന്നാലും ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോൺലി ആയിരിക്കും ഇതിപ്പം. അപ്പം നമുക്ക് എന്തേ ഉള്ളൂ, ഒറ്റ സാധനമേ ഉള്ളൂ, വാട്ട് എവർ ഇസ് യുവർ ഹൊറൈസൺ ഓഫ് റീഡിങ്. എന്താണ് എന്താ വായന നിങ്ങൾ കൊണ്ടുവരുന്നത്, നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു ലോകം, അത് പരിചയം, വിവർത്തനത്തോടുള്ള പരിചയം, അല്ലെങ്കിൽ അക്രൂഡ് ലേണിംഗ് ഓഫ് ലാംഗ്വേജ്, വാട്ട് യു അക്രൂഡ് ത്രൂ ദിസ് തിങ്, ദാറ്റ് ഇസ് വാട്ട് യു പ്ലം.
That is what you go back to when you're stuck with a particular this, and that's why you coin words and you recreate and make the translation not a mere mirror image, not a mere reproduction, but a recreation. This is where the creativity of the translator comes. This is where again genuine, go back to Booker and Jennifer. And Jennifer Croft wrote that letter, open letter, which she co-authored with a very Mark Haddock, a very popular writer, and in that she argued for the restitution of the translator's rights, recognition of the translator, naming credits to be there on the cover pages of the cover pages of the text, royalty share, etc. So now it has got more than nearly 3,000 signatories. Very eminent translators and very eminent writers have all joined this thing, and there is a change as well. In fact, apparently for her earlier translation of Olga Flights, Nobel എഴുതിയ പുസ്തകം, അതിൽ പേര് ക്രെഡിറ്റ് ചെയ്തിരുന്നു, രണ്ടാമത്തെ പേര് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, ദ ബുക്സ് ഓഫ് ജേക്കബ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ, പക്ഷെ ഇപ്പോൾ സ്ലോലി ട്രാൻസ്ലേറ്റേഴ്സ് have made it, so publishers have, after her letter, publishers, because it was an open letter and it was widely circulated globally, so publishers have started giving royalty shares as well as this thing. Okay, so ക്രിയേറ്റിവിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ക്രിയേറ്റിവിറ്റീൻ്റെ അപ്പുറത്തിരിക്കുന്നത് സാധാരണ മാർക്കറ്റ് ഫാക്ടേഴ്സ് എന്നാണ്. സോ മാർക്കറ്റ്, അവിടെയാണ് നമ്മൾ ബുക്കറിനെ കാണുന്നത്. ബുക്കർ ഹാസ് ബീൻ എ ഗെയിം ചേഞ്ചർ ഫോർ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ആൻഡ് ബുക്കർ ഹോപ്പ്ഫുള്ളി വിൽ ബി എ ഗെയിം ചേഞ്ചർ for translated fiction from India. അവിടെ മലയാളി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമുക്കറിയാത്തത്. മലയാളി അവിടെ ഉണ്ടാവോ ഇല്ലേ, അല്ലെങ്കിൽ മലയാളിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഇപ്പോൾ കുറേയായി മലയാളം ട്രാൻസ്ലേഷൻസ് തന്നെയല്ല മുന്നിൽ നിൽക്കുന്നത്. ഈ മലയാളം ട്രാൻസ്ലേഷൻസിൻ്റെ കാലം കഴിഞ്ഞു, അതിന് തീർന്നു, ഇനി അതുണ്ടാവുമോ, ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മൾ ഒരേ തരത്തിലുള്ള പുസ്തകങ്ങൾ. ദർ ഇസ് എ കംപ്ലയിൻറ്റ് ദറ്റ് കംസ് ഫ്രം ദ പബ്ലിഷേഴ്സ് സംടൈംസ്, ബിക്കോസ് പബ്ലിഷേഴ്സിന് അറിയില്ലല്ലോ ഏതാ പുസ്തകങ്ങൾ നല്ലതെന്ന്, കേട്ടുകേൾവിൻ്റെ ഉള്ളൂ, നമ്മളല്ലേ മലയാളം വായിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, ട്രാൻസ്ലേറ്റേഴ്സിനോട് ചോദിക്കാറുണ്ട്, സജസ്റ്റ് ചെയ്യാൻ പറ്റും ഏതാണ് നല്ല റൈറ്റിംഗ്, ഏതാണ് ഇപ്പോൾ കറൻറ്റ്ലി ട്രെൻഡിങ് റൈറ്റിംഗ്, എന്താണ് ട്രാൻസ്ലേറ്റഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പുസ്തകങ്ങളെന്ന് എപ്പോഴും പബ്ലിഷേഴ്സ് ചോദിക്കും. അവർ പലരോടും ചോദിക്കുന്നുണ്ടാവും, ട്രാൻസ്ലേറ്റേഴ്സിനോടും ചോദിക്കും. മുമ്പാണ് അതൊന്നും ട്രാൻസ്ലേറ്റേഴ്സിനോടും ചോദിക്കില്ല, ഇപ്പോൾ ട്രാൻസ്ലേറ്റേഴ്സ് കുറച്ച് നിലയും വലിയ വന്നത്. അപ്പോൾ അതുകൊണ്ട് താങ്ക്സ് ടു ദ പ്രൈസസ് ആൻഡ് പ്രൈസസ് ആൻഡ് ഓൾസോ പ്രൈസ് മണി, ലൈക്ക് വി ടോക്ക് അബൌട്ട്, ഇപ്പോൾ സാഹിത്യ അക്കാദമി, ഇൻഫാക്ട് ഷാനിമാഷോട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്നതിൻ്റെ മുമ്പേ പ്രൈസസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പ്രൈസസിന് മുമ്പ് നമുക്ക് സാഹിത്യ അക്കാദമി പ്രൈസ് അല്ലേ, അതായിരുന്നല്ലോ. ഇന്നിപ്പോൾ സാഹിത്യ അക്കാദമി പ്രൈസ് ട്രാൻസ്ലേഷൻ കിട്ടുന്ന ആരാന്ന് പോലും നമ്മൾ നോക്കുന്നില്ല. ബിക്കോസ് ആ പബ്ലിക് സ്ഫിയറിലുള്ള നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന ഇതെന്ന് പറയുന്നത് പൈസ ഉള്ള ഇത് തന്നെയാണ്. പൈസ തന്നെയാണ് അവിടെ ഡിറ്റർമിനിങ് ഫാക്ടർ. പൈസ മാത്രമല്ല, അതിൻ്റെ കൂടെ വരുന്ന അക്രൂഡ് പബ്ലിസിറ്റിയും കൂടിയാണ് അതിൻ്റെ മാറ്റർ. സോ ക്രോസ്വേഡ് ആയിരുന്നു ആദ്യം 2001 മുതൽ, അല്ല 1998 മുതൽ ക്രോസ്വേഡ്, 99 മുതൽ ആദ്യത്തെ ക്രോസ്വേഡ് മുകുന്ദേട്ടൻ്റെ മയൂർപ്പുഴയുടെ തീരങ്ങൾക്കാണ് കിട്ടിയത് ഫസ്റ്റ് ലൈൻ. പിന്നെ അപ്പം പിന്നെ ഇങ്ങോട്ടേക്ക് ക്രോസ്വേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രയോ മലയാളികൾ കിട്ടിയിട്ടുണ്ട്, മലയാളം നോവൽസിന് കിട്ടിയിട്ടുണ്ട്. പിന്നെയാണ് അതിൻ്റെ ശേഷമാണ് വരുന്നത് ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചറായിട്ട് വന്ന JCB ആണ്. JCB അടിച്ചു വന്നു. അത് പ്രൈസ് മണീൻ്റെ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയി അത് വളരെയധികം ശ്രദ്ധിക്കുന്നത്. സോ ദ പ്രൈസ് ഇസ് ദ ആൻഡ് ദർ ഇസ് ഓൾസോ another 1 or 2 prizes which are high grosser prizes. പൈസ ഉള്ളതെന്നെങ്കിൽ വാല്യൂ ഉള്ളൂ. അപ്പോൾ JCB കിട്ടുക JCB കിട്ടിയാൽ മാത്രമല്ല, പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്, എത്ര പൈസ കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ ക്രോസ്വേഡ് കിട്ടിയ വർഷം, ആ വർഷം ക്രോസ്വേഡ് പൈസ കൊടുത്തില്ല, സാധാരണ പൈസ കൊടുക്കാറുണ്ടല്ലോ. ഞാൻ പോയ വർഷം ക്രോസ്വേഡിൽ പൈസ ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാ ജേർണലിസ്റ്റുകളും ഒരുപാട് ആൾക്കാർക്ക് ഒറ്റ ചോദ്യം ഉണ്ടായിട്ടുള്ളൂ, എത്ര പൈസ കിട്ടി. അത് ഈക്വലി ഓത്തറിനും ഇവർക്ക് വന്നു, ഈക്വലി തന്നെയാണ് ഓത്തറിന് വരുന്നത്. JCB അങ്ങനെയല്ല, JCBക്ക് ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇനീക്വാലിറ്റീനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നൊരു സാധനമുണ്ട്. കാരണം എപ്പോഴും ട്രാൻസ്ലേറ്റർ താഴെ നമ്മളുടെ, ഞാൻ പറഞ്ഞില്ല, ഓത്തർ വെനിറേറ്റിംഗ് കൾച്ചറാണ്, ഓത്തർ അഡിലേറ്ററി കൾച്ചർ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ദ എക്സ്റ്റെൻഡ് ഓഫ് ഫെറ്റിഷൈസിങ് ദ ഓത്തർ, അങ്ങനെയുള്ളൊരു കൾച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റർ എപ്പോഴും താഴെ കിടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ലേറ്റഡ് ഫിക്ഷനിൽ ട്രാൻസ്ലേറ്റർക്കും റൈറ്ററിനും ഒരേപോലെ കൊടുക്കുക, പൈസ കൊടുക്കുക എന്നുള്ളതൊന്നും നമുക്ക് ഇതല്ലല്ല. അത് മാറ്റിയത് ബുക്കറാണ്, ഇന്റർനാഷണലി മാറ്റിയിട്ടുള്ളത്. ഇവിടെ ക്രോസ്വേഡ് ആണ് മാറ്റിയിട്ടുള്ളത്. JCB അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തത്. JCB ശരിക്കും അത് വലിയൊരു, ഞാൻ എഴുതിയിട്ടുണ്ട്, അവർക്ക് ഒഫീഷ്യലി എഴുതിയിട്ടുണ്ട്. എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, എൻ്റെ തലേന്നത്തെ കൊല്ലം അയച്ചത് അവർക്ക് റോങ് ആയിരുന്നു. പക്ഷെ എൻ്റെ കൊല്ലം അവർ മാറ്റിയിട്ടില്ല. പൈസ
അതായി പ്രൈസ് ഇൻക്രീസ് ചെയ്തല്ലേ, പക്ഷെ ഓത്തറിന് ഇൻക്രീസ് ചെയ്തു. ആദ്യം 25 to 5. മോശമില്ല, എന്താ ഒരു ഇന്റർവെൻഷൻ വിചാരിക്കണം. ഞാൻ എഴുതിയിരുന്നു ഒഫീഷ്യലി ഹരീഷിന് മീഷ ഇത് കിട്ടിയപ്പോൾ. ബിക്കോസ് നോട്ട് ഓൺലി ദാറ്റ്, ദ ട്രാൻസ്ലേറ്റേഴ്സ് പിക്ചേഴ്സ് വർ നോട്ട് ഫിഗറിംഗ് ഓൺ ഈവൻ ഓൺ ദ വെബ്സൈറ്റിൽ പോലും ഇല്ല. വിതൗട്ട് ദ ട്രാൻസ്ലേറ്റർ ഇറ്റ് വിൽ നോട്ട് കം ഇൻ ടു ബീയിങ്. So how can the translator not be considered? It has to be factored in. No? Translator also has to be there. അപ്പോൾ അതില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ഒഫീഷ്യലി എഴുതി. പിറ്റത്തെ കൊല്ലം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അറിയില്ലല്ലോ, എഴുതിപ്പോയി. സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്. കാരണം പലപ്പോഴും ഡിസ്കഷനിൽ എല്ലായിടത്തും പോയി വെറുതെ പോയി തലയിടും, പക്ഷെ കേൾക്കാൻ കഴിയില്ല ഈ ഡിസ്കഷനിൽ. മലയാളത്തിൽ എപ്പോഴുള്ള ഫേസ്ബുക്കിൽ there was a discussion once about quite an important short story writer was holding a discussion with a lot of his friends, and they were all discussing about why a translator's name should never appear on the front page and not even on the blurb page, back page. And if at all her name can appear, it can come in short, the smallest font on the back cover, and never the bio of the translator. This discussion was an ongoing discussion. രണ്ടു ദിവസം ഇങ്ങനെ നടക്കുക ഡിസ്കഷനെ. എൻ്റെ ഇതൊന്നുമല്ല, പക്ഷെ ഒരു ഡിസ്കഷൻ ഇങ്ങനെ നടക്കും. അപ്പം പിന്നെ ഉള്ളിലെ പേജിൽ വേണമെങ്കിൽ വെക്കാം, ബയോ വെക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലെ പേജിൽ. സോ ദ focus should not be taken away, even a little of the focus should not be taken away from the author എന്നുള്ളതാണ്. അപ്പം ഞാൻ അവസാനം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ അടിയിലൊരു കുറിയിട്ടു, നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ് ബെസ്റ്റ്. അതോടുകൂടി നിന്നുപോയി, ആ ഡിസ്കഷൻ നിന്നുപോയി. പക്ഷേ ചെറിയ ചെറിയ ദുഷ്ടതരങ്ങളിലല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ that actually shows the regard with which we look at translators. It will change, it is changing, because translators and the Malayali writers have realized that translators are important, and for them to cross beyond the borders, to be discussed beyond the confines of Malayalam, and to extend the afterlife of the Malayalam, it has to go through translations. No, nothing else will, the best critical intervention will not help. It will be translations which will be a determining factor, which will determine the afterlife, decide the afterlife of the text. And translation, slowly that recognition is also coming in. Translation need not be an absolute mirror image. It is never an absolute mirror image. Even when we begin a translation, we begin with the assumption that translation is not possible. It's not really possible. There is no equivalence. Perfect equivalence is not possible. That's an impossible dream. അപ്പോൾ അതോടുകൂടി ആ ഒരു ബോധം കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ലേഷൻ becomes a creative practice. And when it becomes a creative practice, the creator's role, the co-creator's role, the translator's role has to be recognized by writers, and they will recognize, because they need translators more than translators need writers. Translators will find plenty of books to translate in Malayalam, but writers need us. Writers need committed translators who put in a lot of effort into their translations. There are translators aplenty. There are translators who will do, if they're okay with that, let them go with that. If they want good translators who are empathetic to their writing, translators who will ensure that nuanced translations come and not mere reproductions but creative tangents, Benjamin വിളിക്കുന്ന, അല്ലെങ്കിൽ refracted writing, Lafavre വിളിക്കുന്ന, our writings are those kind of translations will come into, if they have to come into existence, it should be a world in which such inequalities are covered. So as a translator, I have to say, I would like to end my, hopefully for the future of Malayalam Malayalam translations, especially translation fiction. It definitely seems to be, things are changing for the better for all translations in India, and hopefully the Malayalam's ascendancy will continue for some more time at least. Thank you.